നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാടി കഴുകിക്കളഞ്ഞ്? ചന്തുവൊക്കെ പോയല്ലോ നിന്റെ. ഒരുങ്ങിക്കെട്ടി താഴെ ചെന്നിട്ട് നീ ഉദ്ദേശിച്ചാളെ കണ്ടില്ലല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരയ്ക്കുന്നൊരു വട്ടത്തിനപ്പുറം ഒരു കാലെടുത്ത് വെക്കാൻ നിനക്ക് അനുവാദം ഇല്ലെന്ന്. താഴെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പറയും, അമ്മ അതിന് തലയാട്ടും ചെയ്യും. പക്ഷേ എന്റെ മനസ്സിൽ പെണ്ണെന്നും അടിമയാടി. ചവിട്ടും തൊഴിയൊക്കെ വാങ്ങിച്ച് കരയുന്ന അടിമ. പെണ്ണടിമയാണെന്ന് പറയുന്ന സങ്കല്പല്ലേ, അതെവിടുന്ന് പൊട്ടിമുളച്ചതാണെന്ന് അറിയോ? അറിയാനും തലകുനിക്കാനും മാത്രം പെണ്ണ് തീരുമാനിച്ചതുകൊണ്ടാ. തുടങ്ങി വെച്ചതില് ഒരാണ് തോന്നിവാസം പറയുന്ന ഒരാണിന്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ അന്ന് മുതൽ ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കിട്ടിയേനെ, അവരുടെ കൈയും പൊന്തിയേനെ. ഓഹോ, വല്ലാത്ത ആവേശമാണല്ലോ നിനക്ക്. നിനക്കെന്താടി എന്റെ നേരെ കൈ പോകുന്നുണ്ടോ? എന്നെ തലണമെന്നുണ്ടോ? ഉണ്ടാടി. സഹിക്കാവുന്നതിന്റെ പരിധി കഴിഞ്ഞു. ഇനി എനിക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞാല് ഞാൻ ചിലപ്പോ അത് ചെയ്തെന്നിരിക്കും. എന്താടി പറയേണ്ടത്? നിന്റെ ആ തന്തയെ കുറിച്ചോ? അതോ നിന്റെ ആ ചെറിയച്ചനെയും കൂടെ വന്നിരിക്കുന്ന വൃത്തികെട്ടവന്മാരെ കുറിച്ചോ? അവന്മാര് ചിലപ്പോ ഈ ഫംഗ്ഷന് വന്നിരിക്കുന്ന എന്നെ അങ്ങ് ശരിയാക്കി കളയാന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെ എന്തെങ്കിലും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ നീ നോക്കിക്കോ, ഈ വീടിനകത്തെ ഇന്നവരുടെ ചോര വീഴും. കൊന്നുകളയും ഞാൻ. പിന്നെ നിന്റെ തന്തയില്ലേ, ആ ശ്വാസം മുട്ടി വലിക്കുന്ന പേക്കോലം, അയാളെന്റെ നേരെ പോലും നിൽക്കില്ല. എന്റെ കാൽക്കല് വീഴ്ത്തും ഞാൻ. എന്റെ കാല് നക്കിക്ക് ഞാൻ അയാളെ കൊണ്ട്. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ ഇതല്ല. നേരത്തെ പറഞ്ഞ ചോര വീഴ്ത്തലില്ലേ, അത് തന്നെ ചോരയായിരിക്കും. അത് ഞാൻ ഈ വീടിനകത്ത് വീഴ്ത്തും, കേട്ടോ? എന്താടി വല്ലാത്ത രൂക്ഷതയുണ്ടല്ലോ നിന്റെ നോട്ടത്തില്. പല്ല് കടിക്കുന്നുണ്ടോ നിനക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.